അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളെ ഉടുപ്പ് എങ്ങനെ അടിക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ നെറ്റിലൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ്. ഇത് നമുക്ക് 4 ഭാഗമായിട്ട് മടക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഏതിൻ്റെ അളവിനാണോ അടിക്കണമെന്നുണ്ടെങ്കിൽ ആ അളവ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല കറക്റ്റ് അളവ് തന്നെ വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ നമ്മുടെ അളവിൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിൻ്റെ അതേ അളവിൽ വരച്ചു കൊടുക്കണം കേട്ടോ. ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ തയ്യൽ തുമ്പ് ലേശം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കേട്ടോ നമുക്ക് അടിക്കാൻ സുഖം. നമുക്ക് അതങ്ങോട്ട് വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് വെട്ടിയെടുക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കളറൊന്നാണ്ട് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിക്കുന്ന സമയത്ത് ഇതേ കളറ് നമ്മൾ ഏത് ഡ്രസ്സാണോ തയ്ക്കണത് അതേ കളറിൽ അടിച്ചെടുക്കണം കേട്ടോ. അടിക്കാല നൂല് എടുക്കണം കേട്ടോ. നല്ല കളറ് അത് മാച്ച് ആയി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ലൈനിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് താഴത്തേക്ക് ലെങ്ത്ത് ഞാൻ ഒരു തയ്യൽ തുമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നെറ്റിൻ്റെ ശീല നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ അളവ് തന്നെ ഞാനിതാണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ഞെറിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു ഞെറിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ഞെറി എത്രയാണോ എടുക്കണത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങണ്ട് പാകത്തിന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യട്ടോ. ഫ്രണ്ടേജ് മൊത്തം അങ്ങനെ ഞെറിയിട്ട് കൊടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് അളവൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനിതാ ബാക്ക് പാർട്ടിനുള്ളതും ഇതേപോലെ ഒന്നാണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഇറക്കാൻ നോക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ലൈനിങ് തുണി വെച്ചിട്ട് ഒന്നാണ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്നങ്ങണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നെറ്റായതുകൊണ്ട് ചോക്ക് കൊണ്ട് വരച്ചത് ശരിക്കും കാണാൻ പറ്റണില്ല. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്.
ഇതാ ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഇറക്കം കട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇതാ തയ്യൽ തുമ്പ് ലേശം അതേപോലെ അടിക്ക് ലേശം പിന്നെ എടുത്തിട്ട് ഞാനിതാ ഒന്നാണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലെങ്ത്താണ് കേട്ടോ, അരൻ്റെ ഇവിടുന്ന് താഴേക്കുള്ള ലെങ്ത്താണേ. ഞാനിതാ അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഞൊറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ 4 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 2 പീസും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ പിന്നെ ബാക്ക് പാർട്ടുക്കും 2 പീസും കൂടി ഒന്നാണ്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിതാ ഇനി കയ്യിന് ഞൊറിയിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ പിന്നെ 2 കൈയിനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഉടുപ്പിൻ്റെ അടിഭാഗത്തൊക്കെ ഞാൻ ഞൊറിയിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും കയ്യിനുള്ള പീസുകളാണ് കേട്ടോ. അത് ഞെറിയിട്ടെടുക്കുമ്പോൾ നല്ല വലിയ പീസുകൾ വേണം കേട്ടോ. ഇനി ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ. ഇറക്കം ഇനി അതിനുള്ളിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ കയ്യിനെടുത്ത അളവില്ലേ അതേ അളവ് തന്നെ ഞാൻ ഞൊറിക്കുള്ളതും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 4 പീസ് ഞാൻ കട്ട് ചെയ്ത് 4 പീസല്ല 3 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഞെറിക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിമേ കഴുത്തിൻ്റെ ഇറക്കം വീതിയൊക്കെ ഒന്നാണ്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കഴുത്ത് കറക്റ്റ് അളവായിരിക്കണം, മറ്റേത് കഴുത്ത് കൂടിപ്പോകും അല്ലെങ്കിൽ കഴുത്ത് കുറഞ്ഞു പോകും. അതുകൊണ്ട് നല്ല കറക്റ്റ് അളവ് തന്നെ കഴുത്തിന് വെട്ടിയെടുക്കണം കേട്ടോ. ആദ്യം വരച്ച് കൊടുക്കുക, എന്നിട്ട് ഇറക്കമൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കഴുത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും കൂടെ ഒന്നാണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്ക് പാർട്ടിന് അത്രയും ഇറക്കം വേണ്ട കേട്ടോ, കഴുത്തിന് ഒന്ന് കുറച്ചിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റില്ല, കാരണം പലർക്കും പല കഴുത്തല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ ഡ്രസ്സിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കട്ടോ, എന്നിട്ട് കട്ട് ചെയ്തെടുക്കണേ. ബാക്ക് പാർട്ടും ഞാൻ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കേട്ടോ. കഴിവതും കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിൻ്റെ തുണിമ ആയിരിക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റായി കിട്ടും നമുക്ക്. ഇനി നമുക്കിതാ ഈ ലൈനിങ്ങിൻ്റെ തുണിമ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഒന്ന് പിന്നെ അടിച്ചിട്ട് വരാം. അപ്പോൾ അതിനിതാ ഇങ്ങനെ വെച്ചിട്ട്
ഞൊറിയായിട്ട് ഇങ്ങനെ ചുറ്റുഭാഗം ഒന്നാണ്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യട്ടോ. എന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് ചുറ്റുഭാഗം അടിച്ചിട്ട് അതിന് ബാലൻസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതാ ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യട്ടോ. കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇറക്ക 4 പീസാക്കിയിട്ട് എടുത്തതായിരുന്നല്ലോ, അപ്പോൾ അത് 2 പീസും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് വരട്ടോ. ഞെറി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇതിപ്പോൾ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഞെറി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പീസുകൾ രണ്ടും കൂടി യോജിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. എന്നാൽ നമുക്ക് നെറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുള്ളൂ. ഇനി നമുക്കിതാ ഇത് ഞാൻ അടിഭാഗത്തേക്ക് ഞെറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതേപോലെ ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ഞെറിട്ടിട്ട് വരട്ടാ. ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ ഞെറിയാവും. പക്ഷേ എൻ്റെ അടുത്ത് ആ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞെറിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ ഇങ്ങനെ ഞെറിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉടുപ്പിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഞാൻ ഞെറി ഇട്ടിട്ടുണ്ട്. ഞെറി എങ്ങനെ ഇട്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാ എന്നിട്ട് ഞെറി ഇട്ടിട്ട് ഇത് ഉടുപ്പിൻ്റെ അടിഭാഗത്തേക്ക് ഒരു ഞെറിയ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഞാനിങ്ങനെ അടിക്കണത്. ഞെറി എങ്ങനെ ഇടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ തുണി മെഷീനിൽ വെച്ചിട്ട് ഒന്നാണ്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. സെൻറ്റർ കൂടി തന്നെ അടിച്ചു കൊടുക്കണം. ഇത് ഫുള്ള് അടിച്ചതിന് ശേഷം ഈ നൂല് നെറ്റിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ നൂല് 2 പീസായിട്ടാവില്ല, അടിനൂലും മേൽനൂലും ഉണ്ടാവില്ല. അപ്പോൾ 2 നൂലുകളും ഒന്ന് വേറിട്ട് ആക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു നൂല് പിടിച്ചിട്ട് വലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നെറ്റായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഞെറിയായി കിട്ടും കേട്ടോ. നൂല് കിട്ടാൻ പണിയാണ്, എന്നാലും ഒന്ന് ശ്രമിച്ചിട്ട് ഒരു നൂല് അതിന് സ്റ്റിച്ച് ഇടുമല്ലോ, സ്റ്റിച്ച് ഒന്നാണ്ട് വലുതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞൊറിയിടാൻ പറ്റും കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യട്ടോ.
കണ്ട അത് അവർ നൂല് പിടിച്ച് വലിക്കുമ്പോൾ പിന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് ഞെറി പോലെ വരുന്നത് കണ്ടില്ലേ. എന്നിട്ട് അതങ്ങാണ്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗം 3 പീസും ഞാൻ അങ്ങനെ ആക്കിയിട്ട് 3ഉം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അതിന് വെച്ച് അടിച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യട്ടോ. അതൊരു പാർട്ട് അടിച്ചു, എന്നിട്ട് മറ്റേത് അതേപോലെ കാട്ടി അങ്ങനെ 3 പീസും അങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അടിച്ച് എടുത്തിട്ടുള്ളതാണിത് കേട്ടോ. കണ്ടില്ല, 3 ലെയറും നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. 3ഉം കൂടി ഒരുമിച്ച് വെച്ച് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതാ ഇതിൻ്റെ പിന്നെ കണ്ടില്ലേ കനം കുറവായതുകൊണ്ട് നെതലടിക്കണ പോലെ തന്നെ കാണുന്നുണ്ട്. അപ്പം ഞാനിതാ വേറെ ലൈനിങ്ങിൻ്റെ തുണിയും കൂടി എടുത്തിട്ട് ഇതിനെ പിന്നെ ഒന്ന് പൊന്തിയൊക്കെയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വേറെ ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്നാണ്ട് ലൈനിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 പിന്നെ പീസും അങ്ങനെ ലൈനിങ് ഇട്ടിട്ട് പിന്നെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കഴുത്ത് കൊള്ളാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ കൈ ഇതൊക്കെ ഒന്ന് കൂട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ, ഷോൾഡർ. ഇനി നമുക്ക് ഈ കയ്യിന് ഞെറിയിടാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പീസ് ഇട്ട് നമുക്കൊന്നാണ്ട് കയ്യിന് ഞെറിയിട്ട് കൊടുക്കണം കേട്ടോ. കയ്യിന് ഞെറിയിട്ട് കൊടുക്കുകയും ചെയ്യുക. അതേപോലെ 2 സൈഡും ഒന്നങ്ങോട്ട് അളവിനനുസരിച്ചിട്ട് നമ്മളൊന്നാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ 2 സൈഡും പിന്നെ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടേജിക്ക് ഒരു ഞെറിയിട്ട് കൊടുത്തിട്ടുണ്ട്, കയ്യിനും ഞെറിയിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിക്ക് ഒരു കയറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കയറ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇറക്കം ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ലൈനിങ് തുണിയും അതേപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ 3-4 ലെയറാക്കിയിട്ടാണ് ഉടുപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 4 ലെയറായിട്ട് എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇത് സിമ്പിളാണ് കേട്ടോ, എത്ര പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതിൻ്റെ ചെസ്കുട്ടിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടും തന്നെ. എല്ലാവരും ലൈക്ക് ചെയ്യണേ.